സാർ, മാത്യൂസാണ്. ഉവ്വ, പേപ്പറിൽ ന്യൂസൊക്കെ വായിച്ചു. സാർ, അറസ്റ്റ് ചെയ്യേണ്ട ഒരു പോലീസ് ഓഫീസറെയാണ്. അതുകൊണ്ട് അവരല്പം. നോ റിഗ്രറ്റ്സ്. എനിക്കിവിടെ ഇരിക്കപ്പെടുന്നില്ല. നാട്ടിലുള്ള പത്രക്കാർക്ക് മുഴുവൻ ഹാജരായിരിക്കുക. CM തന്നെ 6 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. അയാൾ ഇനിയും അറസ്റ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചുകൊണ്ട്. സിവിലിയൻ ആയാലും ശരി, ഫോഴ്സിലുള്ള ആളായാലും ശരി, കുറ്റവാളികൾക്ക് ഒരു ദാക്ഷിണ്യവും പാടില്ല. എഫക്ട് ദി അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ഇന്ന് ആളുകൾ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? പതിവ് പോലെ കുറച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് പോയി, അത്രേ ഉള്ളൂ സാർ. ഒരു അറസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷേ പ്രയോജനം ഉണ്ടായില്ല. അത്രയ്ക്കും പ്രഷർ ഉണ്ടായിരുന്നു മോളിൽ നിന്ന്. വിഷമിക്കരുത്. നമ്മുടെ വിധിയാണെന്ന് കരുതിയാൽ മതി. കുഞ്ഞിനെയും കൊണ്ട് അമ്മ എന്നെ വീട്ടിലേക്ക് വയ്ക്കും. ഞാൻ ഒരിടത്തേക്ക് പോകില്ല. കരയാതിരിക്കും. യുവർ ഓണർ, വിസ്തരിക്കപ്പെട്ട സാക്ഷികളുടെ മൊഴിയും മറ്റ് സാഹചര്യ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ശേഖരൻ തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാം സാക്ഷിയും കൊല്ലപ്പെട്ട കൃഷ്ണന്റെ വീട്ടിലെ ജോലിക്കാരനുമായ അശോകൻ പ്രതി കൃത്യം നിർവഹിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നത് പൂർണ്ണമായും വിശ്വസനീയമാണ്. അതുപോലെ തന്നെ പ്രതിയെ സംഭവത്തിന് മുമ്പ് കൃഷ്ണന്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയ KR 2746 ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ മത്തായിയുടെ മൊഴിയും പ്രതി തന്നെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് ബലമേകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചുള്ള മരണസമയവും പ്രതി അവിടെ ചെന്നതായി പറയുന്ന സമയവും ഒന്നാണെന്ന് സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കൊല്ലപ്പെട്ട കൃഷ്ണനോട് പ്രതിക്ക് പൂർവ്വവൈരാഗ്യമുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. കൊല്ലപ്പെട്ട കൃഷ്ണനെ പ്രതി അയാളുടെ പ്രസ്സിൽ വെച്ച് പരസ്യമായി മർദ്ദിച്ചതിനും പുലഭ്യം പറഞ്ഞതിനും തെളിവുകളുണ്ട്. താൻ സസ്പെൻഷനിലാകാനുള്ള കാരണം കൊല്ലപ്പെട്ട കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കിയ പ്രതി പ്രതികാരം വീട്ടുകയായിരുന്നു. ഏതോ കള്ളനെ പിടിക്കാൻ വേണ്ടിയാണ് പ്രതി കൃഷ്ണന്റെ വീട്ടിൽ ചെന്നത് എന്ന ഡിഫൻസ് വക്കീലിന്റെ വാദം ഒരു തരത്തിൽ നിലനിൽക്കുകയില്ല. കാരണം സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു ഓഫീസർക്ക് ഔദ്യോഗിക ചുമതലകളൊന്നുമില്ല. അപ്പോൾ എന്തിനായി പ്രതി അവിടെ ചെന്നു? അതിനൊന്നും ന്യായമായ കാരണങ്ങൾ ഡിഫൻസ് വക്കീൽ നിരത്തിയിട്ടില്ല. യുവർ ഓണർ, പട്ടണത്തിലെ മാന്യനും പത്രമുടമയുമായ കൃഷ്ണനെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുവദിക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങളെപ്പോലെയുള്ള ലോക വിവരമൊന്നും നമുക്കില്ല. പക്ഷെ ഒന്നറിയാം, ഞാനും നിങ്ങളെ വിചാരിച്ച ഈ നാട് നന്നാവില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബേജാറാവുന്നത്? പണക്കാരെടുക്കുന്ന സർക്കാർ നികുതി എന്നൊക്കെ പറഞ്ഞിട്ട് പണം പിരിക്കും. പക്ഷെ പട്ടിണി കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ ഇവിടെ ആരുമില്ല. നിങ്ങളോട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഇവിടുന്ന് സ്ഥലം വിട്ടോളി. ഈ ദുനിയാവിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മതി നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെയൊക്കെ തലയിൽ ചിലതൊക്കെ പടച്ചു മറിച്ചു വെച്ചിട്ടുണ്ട് ജമാലെ. അതുപോലെ നടക്കും.
ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലല്ലേ? രൂപം കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ശബ്ദം കൊണ്ടറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഫോണിൽ പലപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. യെസ്, ഞാൻ തന്നെ. ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. കള്ളം പുറത്ത്, പോലീസ് അകത്ത്, വിധി എന്നല്ലാണ്ട് എന്താ പറയാ. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് എനിക്കറിയാം. കളവിനേക്കാൾ വലിയ കുറ്റമാണ് കൊലപാതകം. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നിങ്ങളെക്കാൾ എളുപ്പം എനിക്കാണ്. നിങ്ങളൊരു പാവമാണ് മിസ്റ്റർ ശേഖർ. ഉദ്യോഗത്തിനോട് നീതി പുലർത്താൻ മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. എന്തിന്, ആർക്ക് വേണ്ടി എന്നൊന്നും നിങ്ങൾ ആലോചിച്ചിട്ടേയില്ല. ഉണ്ടോ? നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമേ അതറിയാവൂ. കോടതിക്ക് സാക്ഷിമൊഴികളെ വിശ്വസിക്കേണ്ടി വരുമ്പോൾ നിരപരാധികളും ശിക്ഷിക്കപ്പെടും. പക്ഷേ നിങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു. നന്മയുടെ ഭാഗത്ത് നിൽക്കുക എന്നത് നീതിപാലകരുടെ മാത്രം കുത്തകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കേസിന്റെ വിധി പറയുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾ വീണ്ടും ഒന്ന് കാണേണ്ടി വന്നു. ഇത്തവണ വന്നത് ഒരു ചെറിയ അഭ്യർത്ഥനയുമായിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും കോടതി വരെ ഒന്ന് വരേണ്ടി വരും. കോടതി വരെ? എന്തിന്? അമ്പലക്കാടൻ കൃഷ്ണനെ കൊന്നത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും പറയാൻ. അമ്പലക്കാടൻ കൃഷ്ണനെ കൊന്നത് ഞങ്ങളാണെന്നോ? താൻ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ അയാളെ കൊല്ലുന്നത് ഞാൻ കണ്ടതുകൊണ്ടല്ലേ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ വന്നാൽ. മരിച്ച കൃഷ്ണനോട് എനിക്ക് സഹതാപമോ കടപ്പാടോ ഒന്നുമില്ല. ആരോ കൊന്നു, അയാൾ ചത്തു. പക്ഷേ നിങ്ങൾ കോടതിയിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ ആ കേസിന്റെ വിധിയും കാത്തിപ്പോ സബ് ജയിലിൽ കിടക്കുന്ന ഒരു നിരപരാധി ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ ശേഖർ, അയാൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ കോടീശ്വരനാണ്. പ്രഗത്ഭനായ വക്കീലിനെ വയ്ക്കാം. ലക്ഷക്കണക്കിന് കാശ് മുടക്കി സാക്ഷികളെ വിലക്ക് വാങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ തൽക്കാലം എൻ്റെ കൂടെ ഒന്ന് വന്നേ പറ്റൂ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അന്നേ ദിവസം സംഭവം നടന്നത് പൂർണ്ണമായും നിങ്ങൾ കണ്ടോ? കണ്ടു. എന്താണ് കണ്ടത്? ഒന്ന് വിശദീകരിക്കാം. ഞാനവിടെ ചെല്ലുമ്പോൾ അമ്പലക്കാടന്റെ പത്രത്തിൽ വന്ന ഒരു വാർത്തയെ ചൊല്ലിയുള്ള തർക്കം നടക്കുകയായിരുന്നു. വയനാട് റേഞ്ചിൽ ചാരായ ലേലത്തിൽ കുംഭകോണം. മദ്യത്തിന്റെ മറവിൽ മയക്കുമരുന്നുകൾ ഒഴുകുന്നു. ലേലോദ്യോഗസ്ഥന്മാർ അപ്പാടെ കയ്യിലെടുത്ത ഒരു അബ്കാരി കോൺട്രാക്ടറുടെ വികൃതികൾ. എന്താ സത്യമലയിൽ എഴുതിയിരിക്കുന്നേ? ഇതൊക്കെ അവിടെ നടന്നതല്ലേ? വയനാട് റേഞ്ച് കിട്ടാത്തതിന്റെ അസൂയല്ലേ തനിക്ക്? ആയിരിക്കാം. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ ഇപ്രാവശ്യം വയനാട് റേഞ്ച് എനിക്ക് വിട്ടുതരണമെന്ന്. നീ എന്നെ കയറ്റി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വേറൊരു വഴി കണ്ടു. അത്രേ ഉള്ളൂ.
നീ വിഷമിക്കൊന്നും വേണ്ടടാ. പോയി മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ. കോടതിയെ ശിക്ഷിച്ചോട്ടെന്നേ. കോടതിയിൽ പോകാനും നിന്നെ ശിക്ഷിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയും സമയവും എനിക്കില്ല. തീർന്നു തോന്നണേ. വാ പോവാ. ഇതാണ് സർ സംഭവിച്ചത്. ആ സമയത്ത് നിങ്ങൾ എന്തിനാ അവിടെ പോയി? കക്കാൻ, അല്ല എന്തിനാ? സത്യമാണ്, ഇവിടെ പലർക്കും ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. പല വേഷങ്ങളിലും അവരെന്നെ കണ്ടിട്ടുണ്ട്. പത്രങ്ങളും പോലീസും പിടികിട്ടാപ്പുള്ളി എന്ന് വിശേഷിപ്പിച്ച ആ കള്ളൻ ഞാൻ തന്നെയാണ്. ഇനിയും എത്ര കാലം വേണമെങ്കിലും എനിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ഈ കീഴടങ്ങൽ മനഃപൂർവ്വമാണ്. ഇല്ലെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടും. കാരണം അമ്പലക്കാടനെ കൊന്നത് ഇൻസ്പെക്ടർ ശേഖർ അല്ല എന്നറിയാവുന്ന ഒരേ ഒരു സാക്ഷി ഞാൻ മാത്രമാണ്. കള്ളനാണെങ്കിലും മനസാക്ഷിയുള്ളവനാണ് സാറേ ഞാൻ. ഇൻസ്പെക്ടർ ശേഖരനെ രക്ഷിക്കാൻ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥ അല്ല ഇതെന്ന് കോടതി എങ്ങനെ വിശ്വസിക്കും? നിയമം കുറേയൊക്കെ എനിക്കും അറിയാം സാർ. വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഞാൻ ഇവരെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിരപരാധിയായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ സ്വന്തം ജീവിതമാണ് ഞാൻ അടിയറ വയ്ക്കുന്നത് തെളിവായിട്ട്. ഒരു കള്ളനെ പിടിക്കാൻ ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ ഇവിടെ വകുപ്പുണ്ട്. പക്ഷേ അവൻ എങ്ങനെ കള്ളനായി എന്നറിയാൻ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? ആരും കള്ളനായി ജനിക്കാറില്ല സാർ. സാഹചര്യങ്ങളാൽ കള്ളനാക്കപ്പെടുകയാണ്. ഞാനും അങ്ങനെ തന്നെ. സർക്കാരിനെയും ജനങ്ങളെയും വഞ്ചിക്കുന്നവരെ ദൈവം പോലും ശിക്ഷിക്കുന്നില്ല എന്നുള്ള അറിവ്. നേരായ മാർഗത്തിലൂടെ ജീവിക്കാൻ ശ്രമിച്ചവർ പട്ടിണി കിടക്കുന്നത് കാണേണ്ടി വന്നപ്പോഴുണ്ടായ അമർഷം. അനാഥനായ എന്നെ കള്ളനാക്കിയ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ വയറ് വിശക്കുന്നവന്റെ എച്ചിൽ പാത്രത്തിൽ ഞാൻ ഇതുവരെ കൈയിട്ട് വാരിയിട്ടില്ല. പരിശോധിച്ച് നോക്കാം. ഞാൻ നടത്തിയിട്ടുള്ള ഓരോ കളവും ന്യായമായിട്ടുള്ളതായിരുന്നു. മാന്യതയുടെ കുപ്പായമിട്ട് നടക്കുന്നവർ പലരും എന്നേക്കാൾ വലിയ കള്ളന്മാരാണ്. മദ്യത്തിൽ മായം ചേർക്കുന്നവർ, നിരോധിക്കപ്പെട്ട മരുന്ന് വിറ്റ് കാശുണ്ടാക്കുന്നവർ, കള്ളക്കണക്ക് മാത്രം ബോധിപ്പിച്ച് ഇൻകം ടാക്സിന് വെട്ടിക്കുന്നവർ, എല്ലാവരും ഓരോ അർത്ഥത്തിൽ കള്ളന്മാരാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് എന്നെ ശിക്ഷിക്കാം. തുറന്ന മനസ്സോടെ എല്ലാ സത്യങ്ങളും ഞാൻ ബോധിപ്പിക്കാം. സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ കയ്യിൽ ശേഖരൻ സാർ വിലങ്ങ് വെച്ചാൽ മതി. സാറിനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാനെന്ന് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു? യോഗ്യനായ ഒരാളെ കല്യാണം കഴിച്ച് ഭാര്യയായി അമ്മയായി ആനി സുഖമായിട്ട് ജീവിക്കുന്നു. ഞാനെന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്കൊരു കള്ളന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്. വരട്ടെ. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം കൈവിടിയില്ല. എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും കാണാം.